ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ജെസ്സി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നാടൻ ലഞ്ച് മെനു ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മുളക് ചുട്ടരച്ച തേങ്ങാ ചമ്മന്തിയും ചെറുപയർ കുത്തിക്കാച്ചിയതും നല്ല മാങ്ങാച്ചാറും കൂടെ കൂട്ടി നല്ല ചൂടുള്ള കുത്തരിക്കഞ്ഞി കുടിക്കുന്നതിൻ്റെ ഒരു സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. നോൺ വെജ് ഭക്ഷണങ്ങൾ മാറ്റിവെച്ച് ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള നാടൻ വിഭവങ്ങൾ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യും കേട്ടോ. അപ്പോൾ മുളക് ചുട്ടരയ്ക്കാൻ വേണ്ടി മുളക് ഞാൻ ഗ്യാസ് അടുപ്പിൽ ഇതുപോലെയാണ് ചുട്ടെടുത്തത്. വിറകടുപ്പുള്ളവർക്ക് കനലിൽ ചുട്ടെടുക്കുന്നത് കുറച്ചുകൂടെ സ്വാദ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ചമ്മന്തിയിലേക്ക് നല്ല എരിവുള്ള 3 വറ്റൽമുളക് ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 4-5 ചുവന്നുള്ളിയാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രഷായിട്ട് ചിരവിയെടുത്ത തേങ്ങ വേണം ചമ്മന്തിക്ക് ഉപയോഗിക്കാൻ. ഫ്രിഡ്ജിൽ തേങ്ങയൊന്നും ചമ്മന്തിക്ക് എടുക്കരുത്. ഇനി കൂടെ തന്നെ ചെറിയൊരു കഷ്ണം പുളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ഇത് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കൈ വെച്ച് തന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ വെളിച്ചെണ്ണ ചേർത്ത് കൈകൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്ത് ഉരുട്ടിയെടുക്കുന്നത് ചമ്മന്തിക്ക് നല്ലൊരു സ്വാദ് നൽകുന്നതാണ്. ഇപ്പോൾ ഇവിടെ മുളക് ചുട്ടരച്ച തേങ്ങാ ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ചെറുപയർ കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ചെറുപയർ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരു 3-4 വിസിൽ വരുന്നത് വരെ ഈ ചെറുപയർ വേവിച്ചെടുക്കണം. ചെറുപയർ വേവിക്കുമ്പോൾ അത് പെട്ടെന്ന് കുഴഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിന് വലിയൊരു ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ ഇതുപോലെ വേണം ചെറുപയർ നമ്മൾ വേവിച്ചെടുക്കാൻ. ഇനി ഇത് കുത്തി കാച്ചുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 10-12 ചുവന്നുള്ളി ഇടികല്ലിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ ചതച്ചെടുക്കുന്നുണ്ട്. ഇനി കൂടെ തന്നെ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 4-5 വെളുത്തുള്ളി മതി ഇതിലേക്ക്. ഈ രണ്ടും കൂടെ നമുക്ക് നല്ല പോലെ ചതച്ചെടുക്കാം. അരകല്ലിൽ ചതച്ചെടുക്കുന്നത് കൂടുതൽ സ്വാദ് നൽകുന്നതാണ് കേട്ടോ. പക്ഷേ ഇവിടെ എനിക്ക് ഇടികല്ലുള്ളതുകൊണ്ട് ഇടികല്ലിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കൂടെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് വറ്റൽമുളകിൻ്റെ ഫ്ലേക്സ് അതുകൂടെ ഇട്ട് കൊടുത്ത്, ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് ചില്ലി ഫ്ലേക്സ്. എല്ലാം കൂടെ നമുക്ക് ഇടികല്ലിൽ വെച്ച് നന്നായിട്ട് ഇടിച്ചെടുക്കണം. ഇനി ഒരു കടായി ചൂടാകുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ആദ്യം തന്നെ മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിലേക്ക് നമ്മൾ ആ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയുടെ മിക്സ് മുളകിൻ്റെ മിക്സും കൂടെ ഇട്ട് കൊടുത്ത് ഫ്ലെയിം താഴ്ത്തി വെച്ച് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ഇത് ചെയ്യുമ്പോൾ ഫ്ലെയിം താഴ്ത്തി വെക്കുന്നതാണ് വളരെയധികം നല്ലത്. ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഇതൊന്ന് മൂത്ത് നല്ലൊരു മണം വരും ഈ സമയത്ത്. അപ്പോൾ നമുക്ക് ആ വേവിച്ച ചെറുപയറൂടെ അതിലേക്ക് തട്ടി കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് കൂടെ ഇട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം. ഫ്ലെയിം താഴ്ത്തി വെച്ചിട്ട് വേണം ഈ പ്രോസസ്സ് ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ വളരെ രുചികരമായിട്ടുള്ള ഒരു ചെറുപയർ കുത്തി കാച്ചിയത് തയ്യാറായിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇനി ഇതിനെന്താണ് പേര് പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അത് കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കണം കേട്ടോ. വളരെ രുചിയാണിത് കഞ്ഞിയുടെ കൂടെയെല്ലാം കഴിക്കാൻ. ചോറിൻ്റെ കൂടെയും ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ചെറുപയർ കുത്തി കാച്ചത് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഈ നാടൻ വിഭവങ്ങൾ വെച്ച് നിങ്ങൾ ഇടയ്ക്കൊക്കെ വീട്ടിൽ ഒരു ലഞ്ച് മെനു തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള നാടൻ വിഭവങ്ങൾ ഇടയ്ക്കൊക്കെ തയ്യാറാക്കി കഴിക്കാൻ ശീലിക്കണം കേട്ടോ. നല്ല മുളക് ചമ്മന്തിയുണ്ട്, അതുപോലെ തന്നെ ചെറുപയർ കുത്തി കാച്ചിയതും മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് പോയി കാണണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.